ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടില്ല. തീരുമാനം നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച ശേഷം തീരുമാനം. റിപ്പോർട്ട് വൈകുന്നതിൽ റിപ്പോർട്ട് തേടി വിവരാവകാശ കമ്മീഷൻ. കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്നതിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തം. IMA നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ പണിമുടക്കൽ പൂർണ്ണം. OP സേവനങ്ങളും അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകളും മുടങ്ങി. ആർജിക്കർ ആശുപത്രി ആക്രമണത്തിൽ 30 പേർ പിടിയിൽ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നദീതീരങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി കേന്ദ്ര ജല കമ്മീഷൻ. മണിമലയാറ്റിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അച്ചൻകോവിലാറ്റിൽ യെല്ലോ അലർട്ട്. കോട്ടയം കൂട്ടിക്കൽ കാവലി റോഡിൽ മണ്ണിടിച്ചിൽ. ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. ഡ്രഡ്ജർ എത്തിക്കുന്നത് വൈകുന്നുവെന്ന് ജില്ലാ ഭരണകൂടം. തെരച്ചിൽ ഒരാഴ്ചയ്ക്ക് ശേഷം പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി കുടുംബം. പാരീസ് ഒളിമ്പിക്സിന് പിന്നാലെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഡൽഹിയിലെത്തി. വിമാനത്താവളത്തിൽ വൈകാരികമായ വരവേൽപ്പ്. സ്വീകരിക്കാനെത്തിയത് 100 കണക്കിന് ആളുകൾ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണർ അനുമതി നൽകി. നടപടി മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് സ്ഥലം അനുവദിച്ചതിലെ ക്രമക്കേടിൽ. ഗവർണറുടെ നീക്കം കേന്ദ്ര സമ്മർദ്ദത്തെ തുടർന്നെന്ന് കോൺഗ്രസ്. അടിയന്തര മന്ത്രിസഭാ യോഗം വൈകിട്ട്.